ഏയ്, നിന്നെ എത്ര നേരം കൊണ്ട് ഞാൻ ഫോണിൽ വിളിക്കും, നീ എന്താ ഫോൺ എടുക്കാത്തെ? എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മുടെ സതീശൻ്റെ നിന്ന് കുറച്ച് പൈസ പലിശയൊക്കെ എടുത്തായിരുന്നു. നാളെ ആണെങ്കിൽ മുതലും പലിശയും ചേർത്ത് കൊടുക്കണം. വേറൊരു വഴിയും തെളിഞ്ഞിട്ടില്ല അളിയാ. അയാളാണ് ഈ വീട്ടിൽ ഒന്ന് പ്രശ്നം ഉണ്ടാക്കും. ഏടാ, അറിയാവുന്ന ആരെങ്കിലും അവൻ്റെ നിന്ന് പലിശയ്ക്ക് പൈസ എടുക്കും? അറുത്താണ് അവൻ ക്യാഷ് മേടിക്കുന്നത്. അറിയാടാ, അവസ്ഥ ഏതായതുകൊണ്ടല്ലേ. നമുക്കൊക്കെ തരാൻ ആരുണ്ടളിയാ, പലിശക്കാരല്ലാതെ വേറെ ആര് തരാനാ. നാളെ ആണെങ്കിൽ അയാൾ വീട്ടിൽ ഒന്ന് ചൊറയും ഉണ്ടാക്കും. നീ ഒരു കാര്യം എന്താ ചെയ്യാനാ? തൽക്കാലം എനിക്ക് ക്യാഷായിട്ട് തരാനൊന്നുമില്ല. നീ ഇത് കൊണ്ടുപോയി പണയം വെക്ക്. വേണ്ടളിയാ. എടാ, ഇതെന്ന് പറയുന്നത് കഴുത്തിൽ മാത്രം ഇട്ടുകൊണ്ട് നടക്കാനുള്ളതല്ല. കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ആവശ്യം വരുമ്പോൾ ഉപകരിക്കേണ്ട ഒരു സാധനമാണ്. നീ ഇത് കൊണ്ട് പണയം വെച്ചിട്ട് നിന്റെ ആവശ്യം ഇപ്പം നടത്തുക. എനിക്ക് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് എൻ്റെ വൈഫിൻ്റെ ഡെലിവറി ഇല്ല. അന്ന് നീ എനിക്ക് എടുത്തു തന്നാ. അളിയ എവിടാ, തിരക്കാണോ? പിന്നെ അടുത്ത ആഴ്ചയാണോ പെണ്ണിന്റെ ഡെലിവറി? അല്ല, ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ശരി ശരി ശരി. അളിയ എവിടാ? എടാ, ഞാൻ ഇച്ചിരി തിരക്കില്ല, ഞാൻ പിന്നെ വിളിക്കാം. എടാ, നാളെയാണ് പെണ്ണിന്റെ ഡെലിവറി എടുക്കുന്നത്. നീ പോയ ചുമ്മാ മെനക്കെടുത്താതെ പോയ. ഞാനിപ്പോ ഇച്ചിരി തിരക്കില്ല. എടാ, നീ എടുത്തുതരാന്ന് പറഞ്ഞു. നീ പോരാ, നീ വെച്ചിട്ട് പോടാ മയിര്. ചുമ്മാ അവസാനം മെനക്കെടുത്താനായിട്ട് മയിര്. ചുമ്മാ കേളം കൊടുത്ത ഇതാടാ പ്രശ്നം. നമ്മള് ചുമ്മാ കിടന്ന് പിന്നെ ബാക്കി കിടന്നു. നീ അടിക്കും. എടാ, ഇതെന്ന് പറയുന്ന കഴുത്തിൽ മാത്രം ഇട്ടുകൊണ്ട് നടക്കാനുള്ളതല്ല. കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ആവശ്യം വരുമ്പോൾ ഉപകരിക്കേണ്ട ഒരു സാധനമാണ്. നീ ഇത് കൊണ്ട് പണയം വെച്ചിട്ട് നിന്റെ ആവശ്യം ഇപ്പം നടക്കും. എനിക്ക് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് എൻ്റെ വൈഫിന്റെ ഡെലിവറി. അന്ന് നീ എടുക്കണ്ട.